ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്യുന്നത്. അതായത് ന്യൂ ഇയർ ഇപ്പം നാളെ മറ്റന്നാളും അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പാണ്. അതെങ്ങനെ സട്ടിലായിട്ടുള്ള ഒരു ചെറിയ മേക്കപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി നാളായി ഞാനിങ്ങനെയൊക്കെയുള്ള ഓരോന്ന് വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ. എല്ലാ ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകട്ടെ. അടുത്ത വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അതിനായിട്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരുടെ അടുത്തും എനിക്ക് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം, കണ്ടിട്ട് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ തുടങ്ങാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്തില്ല, കഴുകുക മാത്രമാണ് ചെയ്തത്. ഡോക്ടർ ഷെത്തിൻ്റെ ക്ലെൻസർ വെച്ചാണ് ഞാൻ മുഖം കഴുകിയത്. അപ്പോൾ അത് വെച്ച് കഴുകിയതിന് ശേഷം ഇനി ഞാൻ മോയ്സ്ചറൈസറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇച്ചിരി തണുപ്പ് കൂടുതലാണ്, അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറിൻ്റെ ഒരു ക്രീമാണ് ഇടുന്നത്. അത് ഏകദേശം തീരാറായി. സിറ്റാഫിൽ എന്ന് പറഞ്ഞതിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അത് തീർന്നു, ഇനി ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും ഇടുന്നതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് തീരുന്നത്. പക്ഷേ ഞാൻ കുറച്ച് മുഖത്തിടുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തത്. ഇത്ര എടുത്തിട്ട് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കും. അപ്പോൾ ഞാനാകെ ഇടുന്ന എപ്പോഴും പറയും പോലെ ഞാൻ ഫുൾ കയ്യിലൊന്നും ആകത്തില്ല. ഞാൻ 2-3 ഫിംഗർ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ 2-3 ഫിംഗറിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ ആദ്യം ഇങ്ങനെയാണ് സാധാരണ ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ്. ഒന്നിങ്ങനെ വെച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കും. മുഖത്തൊക്കെ ഒത്തിരി ചുളിവുകളൊക്കെ പ്രായമാകുമ്പോൾ വരും. അതൊന്നും നിങ്ങൾ എൻ്റെ പ്രായമുള്ള നിങ്ങളൊന്നും അതൊന്നും കാര്യമാക്കേണ്ട. അത് നമ്മുടെ പ്രകൃതിയുടെ നിയമമാണ്. നമുക്ക് ചുളിവും കറുപ്പും ഒക്കെ വരുന്നത്. നമ്മൾ പിന്നെ കെയർ ചെയ്യണം, നമ്മുടെ സ്കിന്നെ നന്നായിട്ട് കെയർ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഈ സിറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാനിട്ട് അതൊന്ന് നന്നായിട്ട് പിടിപ്പിക്കുക. ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ മാക്കിൻ്റെ ഈ പ്രെപ്പ് ആൻഡ് പ്രൈം ഫിക്സിംഗ് സ്പ്രേ ഇതാണ് അടിച്ചത് വെച്ചാൽ ഇത് പ്രൈമറായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. ഇതെല്ലാം ചേർന്നൊരു വീഡിയോ ഞാൻ എടുത്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അത് റീസൈക്കിൾ ബിന്നിൽ കാണുന്നില്ല. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഞാൻ മുഖത്ത് സ്പ്രേ ചെയ്തു. ഒരു 2 to 3 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ ഈ ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ് ഇട്ടത്. ഇത് സ്മാഷ് ബോക്സിൻ്റെ ടിൻറ്റഡ് മോയ്സ്ചറൈസർ. ഇത് എപ്പോഴും ഞാനിതൊന്നും അല്ല ഇടുന്നത്, സാധാരണ മോയ്സ്ചറൈസർ തന്നെയാണ് ഇടുന്നത്. ഇത് എന്തെങ്കിലും ഇത് വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ ഇട്ടേണ്. കാരണം നമുക്ക് ഫൗണ്ടേഷനൊന്നും എപ്പോഴും അത് നല്ലതല്ല. കാരണം നമുക്ക് ഈ റിങ്കിൾസൊക്കെ ഉള്ളതുകൊണ്ട് ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോഴത്തേക്ക് അത് റിങ്കിൾസിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും. അപ്പോൾ അത് കാരണം ഇതാണ് നല്ലത്. എല്ലാ ദിവസവും ഞാൻ സാധാരണ മോയ്സ്ചറൈസർ തന്നെയാണ് ഇടുന്നത്. ഇതും ഒന്നും ഞാൻ അടിക്കാറില്ല. ഇപ്പം മേക്കപ്പ് കാണിക്കാൻ വേണ്ടി ഇത് അടിച്ചെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ ആ ഒരു കുറച്ച് വീഡിയോ എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഇതടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞ് അതൊന്നങ്ങ് സ്കിന്നിൽ നല്ലോണം അബ്സോർബ് ചെയ്തതിന് ശേഷം ഞാൻ ഈ മോയ്സ്ചറൈസറാണ് ഇട്ടത്. അതിട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇനി അടുത്ത പാർട്ടിൽ വരാൻ പോകുന്നത്. അതിട്ടതിന് ശേഷമാണ് ഞാൻ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്തത്. അപ്പം സോറി, അപ്പോൾ ഇത് ഞാൻ കാണിച്ചതാണ്, അല്ലെങ്കിൽ പിന്നെ ആ വീഡിയോ ഇൻകംപ്ലീറ്റ് ആയിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അതുകൊണ്ട് ഇതിപ്പം ഞാൻ എടുക്കുന്നത്, ഞാനിത് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടെ വന്ന് ഈ സാധനം എടുത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഈ ഫിക്സിംഗ് സ്പ്രേ നമുക്ക് മുന്നേയും അടിക്കാം, മേക്കപ്പ് കഴിഞ്ഞിട്ടും അടിക്കാം, ഇതിൻ്റെ ഇടയിലും അടിക്കാം. അങ്ങനെയുള്ളൊരു ഇതാണ്. ഇത് മാക്കിൻ്റെ ഇതും നല്ലതാണ്. ഇത് ചെറിയ ട്യൂബിന് ഇച്ചിരി വിലയുള്ളതുകൊണ്ട് ഇതൊന്നും എന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മളെയൊക്കെ കൊണ്ട്. സാധാരണ മോയ്സ്ചറൈസർ തന്നെയാണ് ഇടുന്നത്. സൺസ്ക്രീൻ ഞാൻ ഇട്ടില്ല, അത്ര തന്നെ. അപ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ കാണണേ. ഇത് ഐബ്രോ പാലറ്റ്. ഇതിൽ 2 ഡാർക്ക് ബ്ലാക്കും ഉണ്ട്, എന്നാൽ മീഡിയം കളറിലുള്ള ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഞാൻ മീഡിയം കളറിലാണ് എടുക്കുന്നത്. ഒന്ന് ടച്ച് ചെയ്തിട്ട് എക്സ്ട്രാസ് ഡാബ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ പുരികത്തിൽ ടച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുമ്പേ ടച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ പുരികം ഐബ്രോസ് നമ്മളൊന്ന് സ്പൂളി കൊണ്ട് താഴോട്ടാക്കുക. ഒന്നീ താഴോട്ടല്ലേ മേളിലോട്ടാക്കുക. പുരികത്തിൻ്റെ ഈ
ബോ വരത്തില്ലേ, ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഭാഗം, അവിടെ വേണം ആദ്യം ചെയ്യാനായിട്ട്. രണ്ട് ഭാഗവും ഒരേപോലെ നല്ല പൊങ്ങി വരണം. അപ്പോൾ ആ പൊങ്ങിയ ഭാഗത്താണ് ആദ്യം ഷേപ്പ് കൊടുക്കാനുള്ളത്. അത് പതുക്കെ നമ്മൾ ഒരുപാട് കട്ടിക്ക് ഇങ്ങനെ വരയ്ക്കുന്ന പോലെ ചെയ്യരുത്. വരയ്ക്കുന്ന പോലെ ചെയ്യാതെ ഒന്ന് പിന്നെ ടച്ച് ചെയ്ത് പതുക്കെ ടച്ച് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് വരയ്ക്കുന്ന പോലെ ആക്കുക. എന്നിട്ട് കുറച്ചുകൂടെ മുമ്പേ ഇങ്ങനെ ആക്കുക. ഓക്കെ, അപ്പോൾ കണ്ടോ ഒരു ഷേപ്പ് വന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്പൂളിൽ തന്നെ വെച്ച് പതുക്കെ ഇതൊന്ന് പൊക്കുക. പൊക്കിയതിന് ശേഷം വീണ്ടും വേറെ ഞാൻ എക്സ്ട്രാ ഒന്നും എടുത്തിട്ടില്ല, എടുക്കാതെ തന്നെ ഇവിടെ നിന്ന് പതുക്കെ ഒരു ഷേപ്പ് നമ്മൾ കൊടുക്കുക. കണ്ടോ? എന്നിട്ട് അകം നമ്മൾ ഒന്ന് ഡാർക്കൻ ചെയ്ത് ഫില്ല് ചെയ്യുക. എളുപ്പമാണ്, 2 മിനിറ്റ്സ് എടുക്കുള്ളൂ. എന്നിട്ട് താഴെ നമ്മൾ ഒരു ഷേപ്പ് ഫ്രണ്ടിലോട്ട് ഒരു ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് വശവും ഇങ്ങനെ മേളിലോട്ട് പൊക്കി ഒന്ന് ഷേപ്പ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാസാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇച്ചിരി കട്ടി കൂടി പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ സ്പൂളിൽ വെച്ച് തന്നെ പതുക്കെ ഒന്ന് ഷേപ്പാക്കിയിട്ട് കൈ കൊണ്ട് പതുക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നല്ലൊരു ഷേപ്പ് കിട്ടും. കണ്ടോ? അപ്പോൾ ഇനി ഈ സൈഡ് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോണത്. ചെയ്തിട്ട് കാണിച്ചു തരാമേ. അതായത് താഴോട്ട് ഒന്നും കൂടെ നോക്കിയാൽ മതി, ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. കണ്ടോ? നല്ല ഷേപ്പായില്ലേ? ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റും. ആരും അറിയത്തുമില്ല നമ്മൾ പുരുകം എഴുതിയിരിക്കുകയാണെന്ന്. നമ്മുടെ പ്രായമുള്ളവരെല്ലാം പുരുകം ഒരു പ്രായമാകുമ്പോഴത്തേക്ക് കട്ടി കുറയൊക്കെ ചെയ്തില്ലേ. അപ്പം അതിന് നമുക്കുള്ളൊരു പോംവഴിയാണ്. അല്ലാതെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, എന്നാലും നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ണ് ചെയ്യാം. കണ്ണ് ഞാൻ വരയ്ക്കുന്നത് ഈ ഐബ്രോ പെൻസിൽ കൊണ്ടാണ്. ഇത് ജ്യൂസി കെമിസ്ട്രി, കളർ കെമിസ്ട്രി, രണ്ടുപേരും ഒരു ബ്രാൻഡ് തന്നെ, മേക്കപ്പിനും സ്കിന്നിനുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കളർ കെമിസ്ട്രിയുടെ ഐബ്രോ പെൻസിൽ അല്ലെങ്കിൽ കാജൽ പെൻസിലാണ്. ഇത് നല്ല കണ്ണിന് ഒരു ഇറിറ്റേഷനോ ഒന്നും കാണത്തില്ല. ഇത് വെച്ചാണ് ഞാൻ കണ്ണെഴുതുന്നത്. അപ്പോൾ കണ്ണെഴുതുന്നത് ഞാൻ എപ്പോഴും ചെയ്യുന്നത് കണ്ണടച്ചിട്ട് മേളിൽ ആദ്യം എഴുതും. അപ്പോൾ മേൽഭാഗത്ത് കണ്ടോ കണ്ണ് കറുത്തിട്ടുണ്ട്. ഇനി ഈ വശം അങ്ങനെ തന്നെ മേളിലാണ് ആദ്യം ഞാൻ എഴുതുന്നത്. മേളിലെഴുതി. ഇനി വേണം താഴെ എഴുതാനായിട്ട്. അപ്പോൾ താഴെ എഴുതുന്നതിന് മുന്നേ തന്നെ ഞാൻ മേളിൽ എൻ്റെ കണ്ണിച്ചിരി നല്ല കറുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഇത് ഐ ഷാഡോ പാലറ്റാണ്. ഇത് ഇതിൻ്റെ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് ഈ ഐ ഷാഡോ പാലറ്റ്. അപ്പോൾ ഇതിൽ തീരാറായി, പിള്ളേരൊക്കെ ഉപയോഗിച്ച് തീരാറായി. അതിൽ ഈ ഓറഞ്ച് പോലൊരു ഷെയ്ഡുണ്ട്. അപ്പം നമ്മുടെ ഈ കണ്ണിന് നമ്മുടെ മുഖത്തെ കറുപ്പ് മാറ്റാനായിട്ട് പിഗ്മെൻറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ച് കറക്റ്ററല്ലേ കൊടുക്കുന്നത്. അപ്പോൾ കണ്ണിനും ഇപ്പോൾ എനിക്ക് കണ്ണിന് നല്ല ഡാർക്ക്നെസ്സാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഇതിപ്പോൾ ഒരു ഓറഞ്ചിഷ് പീച്ച് ഷെയ്ഡാണ്, ഐ ഷാഡോ ആണ്. അപ്പോൾ അത് ഞാൻ പതുക്കെ ഇതിലോട്ട് എൻ്റെ ഈ റിംഗ് ഫിംഗറിലോട്ട് എടുക്കും. റിംഗ് ഫിംഗറിലോട്ട് എടുത്തതിന് ശേഷം കുറച്ചൊന്ന് കയ്യിൽ എടുത്തതിന് ശേഷം ഇതെല്ലാം ഞാൻ ചെയ്യുന്ന ടെക്നിക്കുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഓറഞ്ച് ഷെയ്ഡാകുമ്പം ഈ കറുപ്പിനെ ഒന്ന് മറക്കുകയും ചെയ്യും. എന്നിട്ട് ഈ റിംഗ് ഫിംഗർ കൊണ്ട് ഈ റിംഗ് ഫിംഗറിലോട്ട് ഇങ്ങനെ മിക്സല്ല ഈ ഫിംഗറിലും കൂട്ടും കൂടെ ഒന്ന് ആക്കും. അപ്പോൾ 2 ഫിംഗറിലും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. 2 ഫിംഗറിലും കിട്ടിയതിന് ശേഷം ഞാൻ പതുക്കെ മേളിലെ ഐലിഡിലൊന്ന് കൊടുക്കും. അപ്പോൾ കുറച്ചൊരു കളറ് വ്യത്യാസം വരും. അപ്പോൾ ആ കറുപ്പ് ഒന്നങ്ങ് കുറയും. അപ്പോൾ കണ്ടോ, കണ്ണിൻ്റെ ആ കറുപ്പിന് കുറച്ചൊരു മറവ് വന്നിട്ടുണ്ട്. കണ്ണിന് കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും. നമ്മുടെ കണ്ണിച്ചിരി പോപ്പപ്പ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നും. കണ്ണ് കുറച്ച് തുറന്നതായിട്ട് തോന്നത്തില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയത്. അല്ലെങ്കിൽ കണ്ണൊരു ഒത്തിരി അങ്ങ് ഇരുണ്ടിരിക്കും.
ഇനി ഞാൻ താഴെ കൺമഷിയല്ല, ഞാൻ ആ പെൻസിൽ തന്നെ കൊണ്ട് കണ്ണെഴുതണേ. കണ്ടോ? ഇനി ഞാൻ ഈ പാലറ്റിൽ നിന്ന് തന്നെ ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഒന്ന് സീൽ ചെയ്യുകയാണ്. അപ്പോൾ ഈ കരി ഇങ്ങോട്ട് പടരാതിരിക്കുകയും ചെയ്യും, കണ്ണിനൊരു പ്രത്യേക ഭംഗി വരികയും ചെയ്യും. ഡാർക്ക് ബ്രൗൺ ആണ് ഞാൻ എടുത്തത്. ഡാബ് ചെയ്യുക. സീൽ ചെയ്യുന്ന എപ്പോഴും ഈ കറുപ്പിൻ്റെ കൂടെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ സീൽ ചെയ്യും. അപ്പോൾ കറുപ്പ് അനങ്ങത്തും ഇല്ല, എന്നാൽ കണ്ണിനൊരു ഭംഗിയും വരും. കണ്ടോ? ഈ വശം അതുപോലെ തന്നെ. കണ്ടോ? അപ്പോൾ ഒത്തിരി കരി എഴുതിയെന്നും തോന്നത്തില്ല താഴെ, എന്നാൽ ബ്രൗണും കൂടെ ചേർന്നപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയും വന്നു ഇല്ലേ. ഇനി ഇത്രയാണ് കണ്ണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഇത് എന്തുവാ, ഐലാഷ് കളർ വെച്ച് ഐലാഷസ് ഒന്ന് കേൾ ചെയ്യാമേ. കേൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കണ്ണൊന്ന് തുറന്നതായിട്ട് നമുക്ക് തോന്നും. കണ്ടോ? അതുപോലെ തന്നെ ഈ വശവും. ഇനി ഇതിൽ മസ്കാര ഇടുമ്പോൾ നല്ല ഭംഗിക്ക് ഇരിക്കുകയും ചെയ്യും. ഇത് പ്ലെയിൻ മസ്കാരയാണ്, ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പിള്ളേർ എല്ലാം എൻ്റെ മക്കളൊക്കെ എടുത്ത് ഈ കറുത്ത് ഐലൈനറൊക്കെ എഴുതിയിട്ട് അത് ചെയ്യുന്നതുകൊണ്ടാണ്, ഇതിട്ട് അപ്ലൈ ചെയ്യണോണ്ടാണ് അതിലൊരു കളർ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ലാഷസിലൊന്നും അത് പിടിക്കത്തില്ല. പിന്നെ മസ്കാരയൊക്കെ എപ്പോഴും നമുക്ക് വാങ്ങിച്ചാലും നമ്മൾ 3 മാസം കഴിയുമ്പോൾ നമ്മൾ മാറ്റണം എന്നാണ് റൂള്. കാരണം മസ്കാരയിലൊക്കെ പെട്ടെന്ന് ബാക്ടീരിയ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് 3 മാസമാണ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ കണ്ണ് കുറച്ച് വിടർന്നിരിക്കുകയും ചെയ്യും. എന്നാൽ കരി എഴുതി മറ്റേ കറുത്ത മസ്കാര ഇടുമ്പോൾ നമ്മുടെ ഈ പീലിയിലെല്ലാം കറുത്ത് ഒട്ടിയിരിക്കും. അപ്പോൾ അത് വേണ്ട. നമുക്ക് കണ്ണ് ഭംഗിയും വേണം, കണ്ണ് തുറന്നു ഇരിക്കണം. കാരണം നമ്മുടെ കണ്ണ് വയസ്സാകുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിലുള്ള കണ്ണിങ്ങനെ ചുരുങ്ങി ചെറുതാകും. അപ്പോൾ അതൊന്ന് പോപ്പപ്പ് ചെയ്ത് നല്ല ഇച്ചിരി വിടർന്നിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനി ഒരു പൊട്ട്, ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇനി പൊട്ടും ലിപ്സ്റ്റിക്കുമാണ് ഇടുന്നത്. ഇത് ലിപ് പെൻസിലാണ്. ഈ ലിപ് പെൻസിൽ കൊണ്ട് ആദ്യം ഒന്ന് ഔട്ടർ ലൈൻ ചെയ്തതിന് ശേഷം എളുപ്പം ഔട്ടർ ലൈൻ ചെയ്യാം. ഒരുപാട് ഡാർക്കായിട്ട് കൊടുക്കാൻ വേണ്ട. എളുപ്പം ഔട്ടർ ലൈൻ കൊടുത്തതിന് ശേഷം ഉള്ളിലൊന്ന് കളർ ചെയ്താൽ മതി. അത് നല്ല രസമായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക്. ഇതിൽ പോയിന്റ് ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുക. ഇത് ഇങ്ങനെ കോസ്മെറ്റിക്സ്, അതായത് ഐബ്രോസ് പെൻസിലും ലിപ് പെൻസിലും നമ്മുടെ ഇതെല്ലാം വെട്ടുന്ന അതിൻ്റെ ഷാർപ്പനർ തന്നെ ഉപയോഗിക്കണം. പെൻസിൽ ഷാർപ്പനർ എടുത്ത് ഉപയോഗിക്കരുത്, എന്നാൽ അത് മുറിഞ്ഞ് പോകും. അപ്പോൾ അത് വെച്ച് പതുക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും. താഴെ ഇനി ഇത് ചെയ്യുന്നതിന് മുമ്പേ ലിപ്സിൽ എപ്പോഴും നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ടിരിക്കണം. അതായത് ലിപ് ബാം ഇട്ടിരിക്കണം. ഞാൻ നേരത്തെ ഇട്ടായിരുന്നു മുഖം കഴിയ ഉടനെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാത്തത്. അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇതിട്ടതിന് ശേഷം ഈ പെൻസിൽ കൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലൊന്ന് ടാർഗറ്റ് ചെയ്യാം.
അപ്പോൾ ഒരു ഷേപ്പും കിട്ടും, കുറച്ചൊരു കളറും കിട്ടും. അത് കളറ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിപ് പെൻസിൽ കൊണ്ട് ആദ്യം ഒന്ന് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ള ലിപ്സ്റ്റിക്ക് നമ്മൾ ഇടുന്നത്. അപ്പം ഒത്തിരി നേരം ഇത് ലാസ്റ്റ് ചെയ്യും. ഇത് എൻ്റെ ലിപ്സ്റ്റിക് അല്ല, ഇത് മോളുടെ ലിപ്സ്റ്റിക്കാണ്. ഇത് ലിപ്സ്റ്റിക് ആപ്ലിക്കേഷൻ ബ്രഷിൽ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇത് ഏത് ബ്രാൻഡെന്ന് പറഞ്ഞാൽ കണ്ണാടിയില്ലാതെ ബ്രാൻഡ് കാണാൻ പറ്റുന്നില്ല. ഏത് ബ്രാൻഡാണ് ഇത്? ഫെൻറ്റി ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ്. ഫെൻറ്റി ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. ഇത് ഹയർ എൻഡ് ബ്രാൻഡാണ്, അവളുടെയാണ്. ഇത് നല്ല റെഡിഷ് ഓറഞ്ച് കളറാണ്. അപ്പോൾ അത് നമ്മളെ പോലുള്ളവർ ഉപയോഗിക്കുമ്പോൾ ഇത് ഒത്തിരി കട്ടിക്കെടുത്ത് ഇട്ട് കൊടുക്കരുത്, ഭയങ്കര വൃത്തികേടായിരിക്കും. കാരണം നമുക്ക് അത്രയും ഡാർക്ക് കളർ വേണ്ട. അതുകൊണ്ട് ഒരു കുറച്ചെടുക്കുക. കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുക. എക്സ്ട്രാ വരണമെങ്കിൽ നമ്മളൊരു ടിഷ്യൂ എടുത്ത് ഡാബ് ചെയ്ത് കളയുക. ഞാനിതിൽ ഇച്ചിരിയേ എടുത്തുള്ളൂ. ഇച്ചിരി എടുത്തതിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കൂടുതലായി പോയെന്ന് തോന്നുന്നെങ്കിൽ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഒന്നിങ്ങനെ അമർത്തി പിടിച്ചാൽ മതി. എക്സ്ട്രാസ് അങ്ങ് പൊയ്ക്കോളും. ഇതിപ്പോൾ അത്ര കൂടുതലായിട്ടില്ല, നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് മാറി. കാരണം ഞാൻ ആദ്യം ലിപ് പെൻസിൽ വെച്ച് വരച്ചില്ലേ, അതുകൊണ്ട് കുറച്ചുകൂടെ നല്ലൊരു കളറായിട്ട് മാറി. ചെറുപ്പക്കാർ പിള്ളേർക്കൊക്കെ അതിങ്ങനെ ഡാർക്ക് റെഡായിട്ടിടാൻ ഭയങ്കര ഭംഗിയാണത്. നമുക്കത് വേണ്ട. അതുകൊണ്ടാണ് ഞാനൊരു തുള്ളി, ഒരു ഡ്രോപ്പാണ് എടുത്തത്. ഡ്രോപ്പ് എടുത്തിട്ടാണ് ഞാനത് ചെയ്തത്. ഇനി എക്സ്ട്രാ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലൊരു ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്താൽ മതി. അപ്പം ഒരുപാട് തോന്നത്തില്ല. റെഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ റെഡ് പൊട്ട് നോക്കട്ടെ. അപ്പോൾ റെഡ് ലിപ്സ്റ്റിക്കും ഇട്ട് റെഡ് പൊട്ടും ഒക്കെ ഇട്ടപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി വന്നില്ലേ. നമ്മളെപ്പോഴും ലിപ്സ്റ്റിക്കിൻ്റെ കളറിൽ പൊട്ടിടാൻ ശ്രമിക്കുക. നമ്മൾ ഇടുന്ന ഡ്രസ്സ് അനുസരിച്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കുറച്ചൊരു ഷെയ്ഡ് വരുത്താൻ നോക്കുക. അതനുസരിച്ചുള്ളൊരു പൊട്ടിടാൻ നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി വരും നമുക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റെഡിയാകാനുള്ളത്. അപ്പോൾ ന്യൂ ഇയറിന് എല്ലാവരും നന്നായിട്ട് റെഡിയാകുക. പിന്നെ അതുപോലെ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ പിന്നെ നമ്മുടെ മൂക്കുത്തിയിലോ അല്ലെങ്കിൽ കൂടുതൽ ഫൗണ്ടേഷൻ കൊണ്ട് അടഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭംഗി കാണാതിരിക്കും. ഭംഗി മീൻസ് മൂക്കുത്തി ഇട്ടിട്ടാണല്ലോ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വരുന്നില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ ഈ മൂക്കുത്തിയുടെ ഇവിടെ അകത്തുനിന്ന് തട്ടിയിട്ട് ഒരു വെറ്റ് ടിഷ്യൂ, ഇതിപ്പോൾ വെറ്റ് ടിഷ്യൂ ആണ്, വെറ്റ് ടിഷ്യൂയോ അല്ലെങ്കിൽ ഒരു ബഡ്സ് ഉണ്ടല്ലോ, ആ ബഡ്സോ എടുത്ത് പതുക്കെ നമ്മൾ മേക്കപ്പ് റിമൂവറിൽ ഒന്ന് അമർത്തിയിട്ട് ഒന്ന് പിന്നീട് തുടച്ച് കളഞ്ഞാൽ നല്ല തിളക്കം കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വേണം നിങ്ങൾ ഒരുങ്ങാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരുങ്ങുക. പിന്നെ ഇനി നിങ്ങൾക്ക് പൗഡർ ഇട്ടേ തീരുള്ളൂ. ഇതിപ്പോൾ ഞാൻ പൗഡർ ഇടുന്നില്ല, വേണമെങ്കിൽ പൗഡർ ഇട്ട് കാണിക്കാം. പൗഡർ ഇടുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് വരും. അതായത് ഇപ്പോൾ ഈ മോയ്സ്ചറൈസറിൻ്റെ ഒരു ഫീല് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പൗഡർ വേണമെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ, മറ്റേ ടാൽക്കം പൗഡർ അല്ല, ടാൽക്കം പൗഡർ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിനിമമായിട്ട് ഇടുക, ഒരുപാട് വരിയിടരുത്, മിനിമമായിട്ട് ഇടാൻ നോക്കുക. അപ്പം ഇതുപോലൊരു പിന്നീട് കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഈ കോമ്പാക്ട് പൗഡർ എൻ്റെ കയ്യിൽ നിന്ന് പുതിയതായിരുന്നു, വീണ് പൊട്ടിപ്പോയി. അപ്പോൾ മുഴുവൻ പൊടിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം അത് കൂടുതൽ വരും. അപ്പം ഞാനിങ്ങനെ എടുത്തിട്ട് എക്സ്ട്രാസ് ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. പക്ഷേ എനിക്ക് ഇങ്ങനെ ഇടാത്തതാണ് എപ്പോഴും ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണ്, ഞാൻ അധികം കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാറില്ല. ഇടുമ്പം നോക്കൂ, ഇട്ട സൈഡൊന്ന് നോക്കൂ, വേറൊരു ഭംഗി വരും. കുറച്ചിട്ടാൽ മതി, ഒരുപാട് ഇടുമ്പോഴത്തേക്ക് ഒരു പൗഡർ പൂശിയ പോലെ ഇരിക്കും. ഇടുമ്പോൾ കഴുത്തിൽ കൂടെ ഇടണേ. ഉണ്ടോ? അപ്പോൾ ഈ വീഡിയോ ഇതുപോലെ ഒരുങ്ങി നിങ്ങൾ മുടിയെല്ലാം നന്നായിട്ട് കെട്ടി, മുടി അഴിച്ചിടണമെങ്കിൽ അഴിച്ചിടാം. ചിലരൊക്കെ ഇപ്പം നന്നായിട്ട് അഴിച്ചൊക്കെയല്ലേ ഇടുന്നത്. നമ്മുടെ പ്രായം എന്ന് പറഞ്ഞാൽ പണ്ടായിരുന്നു ഈ പ്രായമുള്ളവർ
മുടിയെല്ലാം വലിച്ചു വാരി കെട്ടിയൊക്കെ വെക്കുന്നത്. ഇപ്പോൾ എല്ലാവരും അഴിച്ചൊക്കെ നല്ല സ്റ്റൈലിന് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇടാന്നുള്ളവർ അങ്ങനെ ഇടുക. അല്ല കെട്ടി വെക്കണമെങ്കിൽ കെട്ടി വെച്ചിട്ട് നിങ്ങൾ ന്യൂ ഇയറിന് നന്നായിട്ട് ഒരുങ്ങി അമ്പലത്തിലെല്ലാം പോകുന്നുള്ളവർ പോകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുങ്ങി. ഇതാണ് അതിൻ്റെ ബേസിക് സ്റ്റെപ്സ്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാം നന്നായിട്ട് ഒരുങ്ങുക, സന്തോഷവതികളായിട്ട് ഇരിക്കുക, നല്ല സന്തോഷമുള്ള അന്തരീക്ഷത്തിൽ നിങ്ങൾ നിൽക്കുക. അപ്പം നിങ്ങളുടെ ഹെൽത്തിന് ഒരു കുഴപ്പവും വരത്തില്ല. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ലവ് യു ആൾ.